ആലപ്പുഴ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കണ്ണൂർ സ്വദേശി റിയാസിനാണ് വെട്ടേറ്റത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, എപ്പോഴാണ് ഈ അതിക്രമം ഉണ്ടായത്? എന്തിന്റെ പേരിലാണ് ഈ വെട്ടേറ്റ ആളുടെ അവസ്ഥ, ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? പക്ഷേ വൈകിട്ട് 5:30 ആലപ്പുഴ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ വെച്ച് രണ്ട് യുവാക്കൾ ചേർന്ന് ആളുകൾ നോക്കി നിൽക്കെ മറ്റൊരു യുവാവിനെ തലങ്ങും വിലങ്ങും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെയുള്ള ഒരു അക്രമം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒന്നാമത് ഓഫീസ് സമയമാണ്, കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡാണ്. ധാരാളം ആളുകൾ അവിടെ കൂടി നിൽപ്പുണ്ടെന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ പെട്ടെന്ന് സ്തബ്ധരായിപ്പോയി. പിന്നീട് അവിടെ ഹെഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. വേഗം തന്നെ സൗത്ത് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തിയാണ് ഈ യുവാക്കളെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. കണ്ണൂർ സ്വദേശി റിയാസിനാണ് വെട്ടേറ്റത്. ഇയാളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള 7 പരിക്കുകളുണ്ട്. ആദ്യം യുവാവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശികളും ബന്ധുക്കളുമായ സിബി, വിഷ്ണുലാൽ എന്നിവർ ചേർന്നാണ് റിയാസിനെ ആക്രമിച്ചത്. ഇവരുടെ പ്രാഥമികമായിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഇവരുടെ സഹോദരിയെ ഈ റിയാസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന്, അടുപ്പത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതിൽ നിന്ന് വഴങ്ങിയില്ല. തുടർന്ന് ഈ റിയാസിനെ ഇവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. റിയാസ് ആലപ്പുഴയിലുണ്ടെന്ന് മനസ്സിലാക്കിയാണ് 2 അംഗ സംഘം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയതും തുടർന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചതും. രണ്ടുപേരും നിലവിൽ സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയാസിന് ആഴത്തിലുള്ള 7 മുറിവുകൾ ഉണ്ടെങ്കിലും ജീവന് അപകടമില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ നടന്ന അതിക്രമത്തിന്റെ വിവരങ്ങളാണ് രഘുനാഥ് നാരായൺ നൽകിയത്.